ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തണ്ണിത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാനിവിടെ സോളാർ ഫെൻസിങ്ങിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ കാര്യമായിട്ട് വന്നതാണ്. ലൈനും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. സോളാറിൻ്റെ ഫെൻസിങ്ങിൻ്റെ മിഷനും ബാറ്ററിയും പാനലും ഒക്കെ ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ തണ്ണിത്തോട് ഒരു റിസോർട്ട് ഇവിടെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ തന്നെ ഒരു സോളാർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട് ഞാൻ ഇവിടെ എത്തിയതാണ്. അന്നേരമാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഈ റിസോർട്ടിൽ വരുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കറക്റ്റ് ലൊക്കേഷനാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. എന്ത് നല്ല വ്യൂ ആണെന്ന് നോക്കിയേ. ഈ റിസോർട്ടിൽ ഇങ്ങനെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്താനാണെങ്കിൽ കറക്റ്റ് ഓഫ് റോഡ് വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ റിസോർട്ടിലോട്ട് വരാനുള്ള വഴിയാണ്. ഇങ്ങനെ വളഞ്ഞിങ്ങനെ കിടക്കുവാണ്. ഇങ്ങനെ കയറി പിന്നെ ഫുള്ള് ഇങ്ങനെ അവിടെയാണ് തണ്ണിത്തോട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണുള്ളത്. ഇത് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നമ്മളിങ്ങനെ ഫുള്ള് മലയും ഫുള്ളെല്ലാം മലയൊക്കെ കയറി ഇങ്ങനെ ഇടണം. നല്ല രസമാണ് വരുന്ന വഴിയും കാര്യങ്ങളും. ഫുൾ ഓഫ് റോഡാണ് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് സോളാർ ഫെൻസിങ്ങിൻ്റെ മെഷീൻ ഇൻസ്റ്റലേഷനും കാര്യങ്ങളുമായിട്ടൊക്കെ പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സോളാർ വേലി വലിച്ചെടുത്താണ്. ഇത് നേരത്തെ ആരോ സോളാർ ഫെൻസിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെഷീനാണെങ്കിൽ അടിച്ചു ഇടി വെട്ടിയപ്പം മെഷീൻ കംപ്ലൈൻ്റ് ആയിപ്പോയി. അങ്ങനെ പുതിയ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ എത്തിയതാണ്. അപ്പം ഇവിടുത്തെ ലൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ നോക്കുമായിരുന്നു. ലൈനൊക്കെ ഇച്ചിരി പഴയ വലിയ വർക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിലല്ല ചെയ്തേക്കുന്നത്. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈനൊക്കെ കിടക്കുന്നുണ്ടോ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആനശല്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് കാടാണ് മൊത്തം. ഇവിടെ എല്ലാവിധ ഐറ്റങ്ങളും ഈ ഒരു കാട്ടിനകത്തുണ്ട്. ആന ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇതിനകത്ത്. ആനയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. ആന വരാതിരിക്കാൻ വേണ്ടി അവർ എക്സ്ട്രാ ഒരു ലൈൻ ഉണ്ട്. ഇത് കണ്ടോ, ആന വന്ന് ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഇവിടെ നിന്നൊരു കണക്ഷൻ എടുത്ത് അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ കൊടുത്തേക്കുവാണ്. എന്നിട്ടിങ്ങനെ ഇതുവഴി ഇങ്ങനെ കൊടുത്തേക്കുവാണ്. ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തൂടെ പോയി ഇങ്ങനെ ഒരു ചെക്ക് ചെയ്യുമായിരുന്നു എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. ആ സമയത്താണ് ഇത് കണ്ടോ, പന്നി കയറിയേക്കുന്നതാണ്. മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഇതുവഴിയൊക്കെയോ പന്നി കയറി മൊത്തം കുത്തി മറിച്ചിട്ടേക്കുന്നതാണ്. കണ്ടോ, ഓരോന്നൊക്കെ പൊട്ടിച്ചിട്ടേക്കുന്നുണ്ടോ, പോളൊക്കെ പൊട്ടി തകർന്നു പോയി. ആന അതുപോലെ ശല്യമുള്ള സ്ഥലമാണ് ഇവിടെ. നമുക്ക് ഫുള്ള് വനമാണ് ഇതിൻ്റെ ഇടയ്ക്ക്, ആരുമില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഫുള്ള് ഇളക്കിയിട്ടേക്കുന്നു. ഞാൻ ഇത് ലൈൻ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വന്നതാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാനിങ്ങനെ പോവുകയാണ്. നോക്കട്ടെ എങ്ങനെയുണ്ട് ലൈനും കാര്യങ്ങളെന്നൊക്കെ. കറക്റ്റ് ഇപ്പം നോക്കി നടന്ന് ഏതൊക്കെയോ ഒരറ്റത്തെത്തി. ഇവിടെ എന്തൊക്കെയോ കയറാൻ ശ്രമിച്ചതിൻ്റെതായ കുറേ ലക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫൈബർ പോസ്റ്റ് കണ്ടോ, ഇത് ആന നശിപ്പിച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ലൈൻ ഇങ്ങനെ വലിച്ചേക്കും ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. ഫുൾ കാടാണ് താഴോട്ട്. ഫുൾ ഇവിടെ മൊത്തം വന്യമൃഗങ്ങളും കാര്യങ്ങളും എല്ലാം കയറുന്നൊരു സ്ഥലമാണ്. ഫയർ പോസ്റ്റൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണോ ഇത് ഇങ്ങനെ ആക്കുന്നത്. അതുകൊണ്ട് മണ്ടയൊന്നും ഇല്ല ഇതിൻ്റെ. ഫുള്ള് വളച്ചൊടിച്ച് നശിപ്പിച്ചിട്ടേക്കാണ്. ചെറിയ മുറിക്കകത്താണ് ഈ ബാറ്ററി മെഷീനൊക്കെ വെച്ചേക്കുന്നത്. ഞാൻ ഇതിങ്ങനെ കണക്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ബാക്കി എൻ്റെ സ്മാർട്ടിന് മെഷീൻ ഇരിപ്പുണ്ട്. എല്ലാം റെഡി ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇൻസ്റ്റലേഷനൊക്കെ ഏകദേശം തീരാറായി. നമ്മളിവിടെ ഇവിടെ നല്ല ഇടി വെട്ടുന്ന സ്ഥലമാണ്. നമ്മൾ 3 സ്ഥലത്താണ് ഇവിടെ എർത്തിങ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു എർത്ത് റോഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എർത്ത് റോഡൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിനി തിരിച്ചു പോവാണ്. ഇതാണെങ്കിൽ ഫുള്ള് കാടേരിയാണ്. ഇവിടം വരെയാണ് ഉള്ള സ്ഥലം നമ്മുടെ. അത് കഴിഞ്ഞ് ഫുള്ള് അങ്ങോട്ട് കാടാണ്. അതാണ് ഫോറസ്റ്റുകാർ ജണ്ടയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുന്നകത്തോട്ട് ഫുള്ള് കാടും കാര്യങ്ങളൊക്കെയാണ്. അകത്തോട്ട് നല്ല വന്യമൃഗവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. രാത്രിയാകുന്ന സമയത്ത് ഫുള്ള് ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ അങ്ങനെ സോളാർ ഫെൻസിങ് ഇത്രയും ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ബാക്കി പോയി ചെയ്യാം. ഈ ഒരു കാട്ടിൽ നന്നായിട്ട് ഇടി വെട്ടുന്ന കാരണം ഇവിടുത്തെ മെഷീനും കാര്യങ്ങളൊക്കെ എപ്പോഴും ഡാമേജ് ആവുന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ നല്ല എർത്തിങ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇപ്പം ലൈറ്റ്നിങ് ഡൈവേർട്ടർ നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം അത് നമ്മൾ ഡൈവേർട്ടർ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പോസ്റ്റിനകത്ത് സെറ്റ് ചെയ്തു. അവിടുന്ന് ഈ സ്പ്രിങ് ഉള്ള ഭാഗത്ത് നിന്ന് നേരെ കണക്ഷൻ എടുത്ത് ഫേസിൽ കൊടുത്തു. അതിൻ്റെ എർത്ത് കണക്ഷൻ നേരെ എടുത്ത് നല്ല രീതിയിൽ നമ്മുടെ ഇത് ചെയ്തു. എർത്ത് റോഡിലേക്ക് കണക്ട് ചെയ്തു. നല്ല രീതിയിൽ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ കോമ്പൗണ്ടൊക്കെ ഇട്ട് ചെയ്തതിന് ശേഷം എർത്ത് റോഡിലേക്ക് കൊടുത്തു. നമുക്ക് നല്ല സൂപ്പർ ചാർജായിട്ടേ, ഫുൾ ചാർജായി ബാറ്ററി ചാർജായിട്ട് ഈ വെള്ളം തിളച്ച് പോകുന്നു നോക്കി.
ഫോണിനകത്ത് നോക്കണ്ടോ? വെള്ളം തിളച്ച് പോകുന്നുണ്ടോ? ഇപ്പം ഫുൾ നല്ല 15 ഉണ്ട് ചാർജ്. നല്ല സൂപ്പർ ചാർജ് ഉണ്ട് ഇപ്പോൾ ഇത്. ഓക്കെ, അങ്ങനെ നമ്മൾ മെഷീനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെയാണ്. അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയപ്പം അവിടെ പവർ എത്തുന്നുണ്ട്. നമ്മളിനിയും ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എർത്ത് റോഡ് സെറ്റ് ചെയ്തില്ലേ, അവിടെ പോയിട്ട് അവിടെയും പവർ എത്തുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി ഞാൻ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ നടന്ന് ഇങ്ങനെ പോവാണ്. കാട്ടിക്കൂടി ഇങ്ങനെ നടന്ന് അയ്യോ, ഇതിനകത്തൊക്കെ ഉണ്ടോ പന്നിയൊക്കെ എന്നാൽ പോലും അറിയത്തില്ല, അതുപോലെ കാടാണ്. നോക്കി ഞാൻ നടന്നു വന്ന ഭാഗം നോക്കുക. അമ്മേ, നടന്ന് ഞാൻ ലൈൻ്റെ അവിടെ എത്തി. ഞാൻ ഇന്ന് പവറൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഈ ഒരു ഫെൻസിങ് ലൈൻ വരച്ചതിനകത്ത് കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ അന്നേരം വിചാരിച്ചിരുന്നത് ഈ ഒരു ഇത്ര ലാസ്റ്റ് വരെ ഇത്രയും കറങ്ങി വരുമ്പോൾ ഇതിന് പവർ കിട്ടുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ നോക്കിയപ്പോൾ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം, നോക്കിയോ. പവർ കണ്ടോ? ഞാൻ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. കാരണം വെച്ചാൽ കാരണം ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റാതെ എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ രാവിലെ ആയതുകൊണ്ട് ഈ സ്പാർക്കിങ് അടിക്കുന്നത് കാണത്തില്ല. ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ നൈറ്റ് ടൈമിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് സ്പാർക്കിങ് അതിനകത്ത് കാണുന്നുണ്ട്. ഈ രാവിലെ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. സൗണ്ട് കേൾക്കാൻ പറ്റും, പക്ഷേ ആ സ്പാർക്കിങ് നമുക്ക് ക്യാമറയിൽ കൃത്യമായിട്ട് കിട്ടില്ല. പക്ഷേ സ്പാർക്കിങ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഷോർട്ട് പവറുള്ള കാര്യം അറിയാൻ പറ്റുന്നതായിരിക്കും. ഇതിനകത്ത് ഇത്രയും ദൂരമായിട്ടും അടിപൊളിയായിട്ട് തന്നെ പവർ ഇവിടെ കിട്ടുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇവിടെയൊക്കെ എർത്താവുന്നതും ലൈൻ വലിച്ചതിൽ അവിടെയൊക്കെ കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്നാലും പവർ വരെ എത്തുന്നുണ്ട്. അതിൽ സന്തോഷവാനാണ് ഞാൻ. അപ്പോൾ ഇനി നേരെ മെഷീനുള്ളിടത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ബാറ്ററിയും മെഷീനും ഒക്കെ വെച്ചിരിക്കുന്ന റൂമിനകത്താണ്. ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ സ്മാർട്ടിൻ്റെ മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മാർട്ടിൻ്റെ മെഷീൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് കൺട്രോളർ വേണം. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാർജ് കയറുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്മാർട്ടിൻ്റെ മെഷീന് പ്രത്യേകിച്ച് നമുക്ക് ചാർജ് കൺട്രോളർ വേണം. പിന്നെ ഓട്ടോമാറ്റിക് വേണം. നമ്മൾ ടൈമറും ഇതിന് എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിന് പിന്നെ ആകെ കൺട്രോൾസ് എന്ന് പറയുന്നത് ഫ്യൂസിൻ്റെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ ഫ്യൂസ് ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നിൽക്കുന്ന 2 പോർട്ടുകൾ വന്നിട്ടുണ്ട്, ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെയും. പിന്നെ ഇതിനകത്ത് ഓൺ ഓഫിൻ്റെ ഒരു സ്വിച്ച് ഇങ്ങനെ താഴോട്ടാക്കി ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. പവർ ഇപ്പം എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇൻഡിക്കേറ്റിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. തിരിച്ച് ഓഫ് ആക്കി വെക്കാനുള്ള സ്വിച്ചും. ഇത്രയാണ് സ്മാർട്ടിൻ്റെ മെഷീനകത്ത് കൊടുത്തിരിക്കുന്നത്. പാനൽ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. പാനൽ നമ്മൾ ഒരു സ്ട്രക്ചറിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇതിലേക്ക് നമ്മൾ ലൈൻ വലിച്ച് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൃഷിഭൂമിയിലും ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്, നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ കൂടെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങനെ ഫെൻസിങ്ങിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. വണ്ടി കാറിൻ്റെ അപ്പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇതാണ് ഞാൻ വന്ന റിസോർട്ട്. അതുകൊണ്ട് റിസോർട്ടിൻ്റെ പണിയൊക്കെ നടക്കുന്നു, ഉണ്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.